ഇടുക്കി ഏലപ്പാറ പുതുവലിൽ ആടുകളെ പുലി ആക്രമിച്ചു. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഏലപ്പാറ ഹെലിബറിയ പുതുവൽ കാട്ടുവെളിയിൽ ഫിലിപ്പോസിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന ആടുകളെയാണ് പുലി ആക്രമിച്ചത്. ഹെലിബറിയ വള്ളക്കടവ് പാലത്തിന് സമീപത്ത് വെച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറായ ബിജുവാണ് ആദ്യം പുലിയെ കണ്ടത്. വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുലി സമീപത്തെ തേയിലക്കാട്ടിലേക്ക് ഓടി മറഞ്ഞു. ഞാൻ എന്നെ സംബന്ധിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് എടുത്തുകൊണ്ട് എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടി. ഇല്ലാതെ ഞാൻ അവിടെ നിൽക്കുകയോ വെളിയിൽ ഇറങ്ങി നിൽക്കുമായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിന് നാളെ ഒരു തീരുമാനമാക്കി വിട്ടേനെ. ഇത് പാസ് ചെയ്തത് നേരെ വള്ളക്കടവ് വഴിയാണ്. അപ്പം വള്ളക്കടയിൽ ഒത്തിരി കന്നുകാലികളും പിള്ളേരും എല്ലാം ഉള്ളതാണ്. കാരണം ഇത് അപകട സൂചന. കാരണം ഇതിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തുരത്താനുള്ള ഭാഗങ്ങൾ നോക്കുക. രാത്രിയിലാണ് ഫിലിപ്പോസിന്റെ വീട്ടിലെ ആട്ടിൻകുട്ടികളെ പുലി പിടിച്ചത്. മൃഗങ്ങൾ കരയുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്കിറങ്ങി പരിശോധിച്ചപ്പോൾ വീടിന്റെ മുൻവശത്തു കൂടി പുലി തൊട്ടടുത്ത പറമ്പിലേക്ക് കയറിപ്പോയി. വീടിന്റെ മുൻവശത്തും കൃഷിയിടത്തിലുമായി സ്ഥാപിച്ച CCTV പരിശോധിച്ചപ്പോൾ എത്തിയത് പുലിയാണെന്ന് വ്യക്തമായി. അപ്പോൾ ഇതിൻ്റെ ഇരുട്ടായതുകൊണ്ട് ജസ്റ്റ് കണ്ടില്ല, എന്താണെന്ന് മനസ്സിലായി. വാല് മാത്രം കണ്ടു. നന്ന വലിപ്പമുള്ളൊരു ജീവി എന്തോ കയറി പോകുന്നത് കണ്ടു. ആട്ടിൻകൂട്ടി ചെന്നപ്പോൾ ആട് വളരെ ബുദ്ധിമുട്ടായിട്ട് വീണ് കിടക്കുകയാണ്. കഴുത്തിൽ കൂടി നല്ല ബ്ലഡ് വരുന്നു. ഇവിടെ CCTV ഉണ്ട്. CCTV വിഷ്വൽസ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് പുലിയാണെന്നുള്ള ആ ഒരു ഇത് കണ്ടത്. മുറിഞ്ഞപുഴ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആടുകളെ ആക്രമിച്ചത് പുലിയാണെന്ന് ഇവർ സ്ഥിരീകരിച്ചു. പക്ഷേ ഇവിടെ ഈ അടുത്ത പ്രദേശത്തെങ്ങും ഒരു അടുത്ത കാലത്തെങ്ങും ഇങ്ങനൊരു സംഭവം ഉണ്ടാവാത്തതുകൊണ്ടും മറ്റു മൃഗങ്ങളൊന്നും ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ ആടോ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ പ്രസൻസ് ഉണ്ടാവുമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പുകൾ കേജിങ് പോലുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപും ഈ മേഖലയിൽ പുലി ഇറങ്ങിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.